RRD ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നീലേശ്വരം പ്രസ് ഫോറം നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും വെൽഫെയർ കാർഡ് വിതരണവും കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ ചലനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമമാണ്. മാധ്യമങ്ങളാണ് നമ്മളിലേക്ക് എല്ലാവിധ ചലനങ്ങളും എത്തിക്കുന്നത്. നിത്യം പുലർത്തുവാൻ സച്ചിദാനന്ദന ദൈവമേ നീ സത്യവും ധർമ്മവും. നമ്മുടെ പ്രസ് ഫോറത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഇതുപോലെയുള്ള ഒരു ഓഫീസ് കെട്ടിടം. എന്തായാലും നല്ലൊരു സൗകര്യമുള്ള ഒരു ഓഫീസ് കെട്ടിടം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നാട്ടുകാർ എല്ലാവർക്കും സ്വാഗതം അറിയിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസ് ഫോറം പ്രസിഡന്റ് സേതു പർവ്വതത്തെ ക്ഷണിക്കുന്നു. 3 മാസം മുമ്പാണ് നമുക്കൊരു പ്രസ് ഫോറത്തിന് ആസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഞങ്ങൾ ഉണ്ടായത്. അങ്ങനെ ആവശ്യം നീലേശ്വരം നഗരസഭ അധികൃതരുമായി ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസ്, കുടുംബശ്രീന്റെ ഓഫീസ്, ആ ഓഫീസ് നഗരസഭയിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾക്ക് പ്രസ് ഫോറത്തിനായി അനുവദിക്കപ്പെട്ടു. ഒരു ധാരണ ഉണ്ടാക്കിയപ്പോഴാണ് അപ്രതീക്ഷിതമായി സതീശേട്ടന് വെടിവരുന്നത്. സ്പീക്കറുണ്ട് 31-ന് ഉടനെ MLA-യുമായി ബന്ധപ്പെടുക. അങ്ങനെ രാജകോട്ടനെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തപ്പോൾ രാജകോട്ടൻ പറഞ്ഞ വാക്ക് 31 സ്പീക്കറുണ്ട്, നിങ്ങളുടെ ഓഫീസ് എന്തായാലും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ഫോറങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലോ അല്ലെങ്കിൽ നഗരസഭ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലോ ആണ്. നമ്മളും അതുപോലെ നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നമ്മുടെ ആദ്യത്തെ ഓഫീസ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചു മാറ്റിയപ്പോഴാണ് ഞങ്ങൾ വഴിയാധാരമായത്. അങ്ങനെ താൽക്കാലികമായി നമുക്ക് ഓഫീസ് തന്നിട്ടുണ്ടെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഏതാണ്ട് 99% പൂർത്തിയായിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷ. എന്തൊക്കെ ഒരു മാധ്യമ പ്രവർത്തനം ഒരു 4ാം തൂണ് എന്നൊരു പരിഗണന നൽകി, എന്തെങ്കിലും ഇളവ് നൽകി അതിനകത്ത് ഒരു റൂം നൽകാൻ നഗരസഭയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA-യും ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. ജനാധിപത്യത്തിന്റെ സത്യം ജനങ്ങളെ അറിയിക്കാനും അനീതിക്കെതിരെ പടവരുത്താനും ജനങ്ങളെ സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് കേരളത്തിലും ഇന്ത്യയിലും മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിലൊരു പുതിയ ഭരണഘടന അൻവയിക്കുകയാണ്. 501 പേജുള്ള 25 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഒരു പുതിയ ഭരണഘടന അൻവയിക്കാൻ പോകുന്നു. പ്രസ്ഥാനങ്ങളുടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ഇപ്പോൾ നീലേശ്വരം നഗരസഭയുടെ വൈസ് ചെയർമാൻ, നീലേശ്വരത്തിന്റെ സമഗ്ര വികസനത്തിനായി ചെയർപേഴ്സണോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. നീലേശ്വരം പ്രസ് ഫോറത്തിന്റെ ഉപഹാരം സ്പീക്കർക്ക് വൈസ് ചെയർമാനും പ്രസ് ഫോറം പ്രസിഡന്റ് സേതു പങ്കണവും ചേർന്ന് സമർപ്പിക്കുന്നു. ആനന്ദി ബാലകൃഷ്ണൻ നഷ്ടത്തിലേക്ക് കൂപ്പുതിയ സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിൽ കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ KCCPL-നെ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ 1ാം ഘട സ്ഥാപനമാക്കി മാറ്റിയ വീക്ഷണശാലിയായ മാനേജിംഗ് ഡയറക്ടറും CAPE ഗവേണിംഗ് ബോഡി അംഗവുമാണ്. 1996-2001 കാലയളവിൽ വ്യവസായ മന്ത്രിയായിരുന്ന സുശീല ഗോപാലന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. 2010-11 കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നീലേശ്വരം പ്രസ് ഫോറത്തിന്റെ ലോഗോ
പത്രപ്രവർത്തകനായ എം സുധാകരൻ ജന്മഭൂമി നീലേശ്വരം ലേഖകനാണ്. സ്കൂൾ കോളേജ് കാലയളവിൽ ചിത്രകലയിൽ ഡോക്ടർ ടി എൻ സുരേന്ദ്രനാഥ്. ഇടയുള്ള രാധാകൃഷ്ണൻ നമ്പ്യാർ. ജില്ലയിൽ സന്നദ്ധ സേവന സാമൂഹ്യ പ്രവർത്തകൻ ജനരാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന നേതൃത്വങ്ങളിലേക്ക് ഉയർന്നു വന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഈ ജനപ്രതിനിധി റോഡുകൾ, പാലങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, കളിസ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങി സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. തൃക്കരിപ്പൂർ മണ്ഡലത്തെ കേരളത്തിലെ മുൻനിര നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വികസന നായകനായ CM രാജഗോപാലനെ പത്രപ്രവർത്തന ക്ഷേമ സമൃദ്ധി സൂചിപ്പിക്കുകയാണ്. ഇവിടെ എന്നെ ഏൽപ്പിച്ച ചുമതല പത്രപ്രവർത്തകർക്കുള്ള വെൽഫെയർ ഫണ്ട് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. നല്ല തിരിച്ചറിവുണ്ട്. തീർച്ചയായും വരുന്ന നാളുകളിൽ നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അഭിവാദം. നൽകിയിട്ടുണ്ട്. JCI വേലായി നീലേശ്വരം. നീലേശ്വരം ഗ്രാൻഡ് വ്യൂ റെസിഡൻസി. നീലേശ്വരത്തിന്റെ വികസന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കരുതി പ്രവർത്തിക്കുന്ന കാര്യം വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് നീലേശ്വരം നഗരം നീലേശ്വരം നഗരസഭയുടെ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി, ഷൈജു, അതേപോലെ അനക്കൈ ബാലകൃഷ്ണ അടക്കമുള്ള ഇവിടെ ആദരിച്ച ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇന്ത്യാദിനടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനെ, നമ്മുടെ സ്പീക്കർ വളരെ നല്ലൊരു പ്രസംഗം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. തൊഴിലവസരങ്ങളും ഓരോ സംസ്ഥാന, കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളും ഒക്കെ തന്നെ അതാത് സമയങ്ങളിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പ്രവർത്തന രംഗത്ത് സജീവമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ഇപ്പോൾ നീലേശ്വരം നഗരസഭയുടെ വൈസ് ചെയർമാൻ, നീലേശ്വരത്തിന്റെ സമഗ്ര വികസനത്തിനായി ചെയർപേഴ്സണോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നീലേശ്വരം പ്രസ് ഫോറത്തിന്റെ ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ അനുഭവിച്ചത്. നമ്മൾ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സലമാനി പോയി എന്നുള്ളതാണ്. അത്യുത്തര കേരളത്തിലെ കലാ, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ നിറ സാന്നിധ്യം. ആധുനിക നീലേശ്വരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ട മുൻ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ നീലേശ്വരത്തെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് പുതിയ ആസ്ഥാന മന്ദിരത്തിൽ സൗഹൃദപൂർണമായ, സമാധാനപൂർണമായ, അതോടൊപ്പം കർമ്മനിരതമായ ദിവസങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഏതായാലും നീലേശ്വരത്തെ മാധ്യമ പ്രവർത്തകർ നീലേശ്വരത്തെ ജനങ്ങളുമായി എത്രത്തോളം ഹൃദയബന്ധം പുലർത്തുന്നു എന്ന് തെളിയിക്കുന്ന
ഒരു സദസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ ഇരിക്കുന്ന സമ്പന്നമായ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം നീലേശ്വരത്തെ മാധ്യമപ്രവർത്തകർക്ക് കൂടിയിരിക്കുന്നതിനും മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെടുന്നതിന് ജനങ്ങൾക്ക് എപ്പോഴും കയറി വരുന്നതിനും ഏറ്റവും നല്ല രീതിയിലുള്ള നവീകരിച്ച ഒരു ഓഫീസ് തയ്യാറാക്കിയ പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളായാലും തന്നെ അഭിനന്ദിക്കുന്നു. ഫോറത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നത്. അപ്പൊ അതിന്റെ വിമർശനത്തിന് വളരെ പോസിറ്റീവായിട്ട് സ്വയം വിമർശനപരമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രസ് ക്ലബിന്റെ കാസർഗോഡ് പ്രസ് ക്ലബ് സെക്രട്ടറി ഇവിടെ സംസാരിച്ചത്. തീർച്ചയായും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ് ഫോറത്തിന്റെ ഓഫീസാണ് ഇവിടെ ഇന്ന് സ്പീക്കർ ഉദ്ഘാടനം ചെയ്തത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. അപ്പോ വിശാലമായ റൂം സ്വാഭാവികമായിട്ടും വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ജയരാജ് മാഷ് അവസാനം പറഞ്ഞ വാക്കിലേക്ക് ഞാൻ പോവുകയാണ്. There is no comparison between in all over India and state. നീലേശ്വരം ഇവിടുത്തെ പ്രസ് ക്ലബ്ബ് പ്രസ് ഫോറം എന്ന് പറഞ്ഞ നീലേശ്വരം പ്രസ് ഫോറത്തിന്റെ നവീകരിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എം.എൻ. ഷംസീർ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, ഉപഹാര സമർപ്പണം നടത്തിയ പി.പി. മുകുൾ,